നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടയുമെന്ന ആശങ്കയ്ക്കിടെ ക്രൂഡ് ഓയിൽ നീക്കത്തിന് പകരം സംവിധാനം സജ്ജമാണെന്നാണ് UAE അടക്കം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഇറാന്റെ ആക്രമണം ഖത്തർ വരെ എത്തിയതിനാലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും ഈ ചർച്ചയിലേക്ക് വരുന്നത്. UAEയുടെ ഫുജറെ ഹബ് ഷബാൻ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 15 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. ഒമാൻ കടലിലെ പൈപ്പ് ലൈൻ ഹോർമുസ് കടലിടുക്കിന് പുറത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സ്വീഡന്റെ വിമാന കമ്പനി ഫിൻ എയർ ഈ മാസം 30 വരെ ദോഹയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. അതിനിടെ സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചത് ബഹ്റൈൻ പിൻവലിച്ചിരുന്നു. പ്രധാന പാതകൾ അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം പിൻവലിച്ചതോടെ ഗതാഗതം സാധാരണ നിലയിലായി. UAE, എമിറേറ്റ്സ്, ഇത്തിഹാദ് തുടങ്ങിയ വിമാന കമ്പനികളുടെ ഇസ്രായേൽ, ഇറാൻ സർവീസുകളും നിർത്തിവെച്ചു. മധ്യപൂർവ്വ ദേശ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളിലായി ഏകദേശം 40,000 സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പോർവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനൊപ്പം സൈനിക നടപടി ആവശ്യമെങ്കിൽ അതിവേഗം ഇടപെടുന്നതിനാണിത്. ഖത്തർ, ബഹ്റൈൻ, സിറിയ, കുവൈറ്റ്, ഇറാഖ്, UAE എന്നിവിടങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ ഉള്ളത്. അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റും US നാവികസേനയുടെ സെൻട്രൽ കമാൻഡും ബഹ്റൈനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിമാനവാഹിനികൾ ഉൾപ്പെടെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ബഹ്റൈൻ തുറമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. മൈനുകൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 4 കപ്പലുകളും ഇവിടെയുണ്ട്. US കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ബഹ്റൈനിലുണ്ട്. മധ്യപൗരസ്ത്യ മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്. അമേരിക്കൻ വ്യോമസേനയുടെ സുപ്രധാനമായ കേന്ദ്രമാണിത്. അൽ സാലൈം എയർബേസ് ഉൾപ്പെടെ പ്രധാന സൈനിക താവളങ്ങളും കുവൈറ്റിലുണ്ട്. വ്യോമസേനയുടെ 386ാം വിഭാഗം ഇവിടെയാണ്. വ്യോമനീക്കത്തിന്റെ പ്രാഥമിക കേന്ദ്രമായാണ് ഇവിടം അറിയപ്പെടുന്നത്. അൽ ദഫ്ര എയർബേസ് ആണ് പ്രധാന സൈനിക കേന്ദ്രം. F-22 റാപ്റ്റർ ഫൈറ്റർ ജെറ്റുകൾ ഈ ക്യാമ്പിലാണുള്ളത്. നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെയുണ്ട്. MQ-9 റീപ്പേഴ്സ് ആണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. കര, വ്യോമ, നാവിക സേനകളുടെ ക്യാമ്പുകളും സൗദിയിലുണ്ട്. ഒമാനിലും വ്യോമ, നാവിക സേനാ താവളങ്ങളുണ്ട്. അൽ അസദ് എയർബേസും അൽ ഹറീർ എയർബേസും ഉൾപ്പെടെ ക്യാമ്പുകളാണ് ഇവിടെയുള്ളത്. അമേരിക്കയുമായി സൈനിക സഖ്യവും ഇറാനോട് കടുത്ത ശത്രുതയും പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇറാഖ്. 2500 US സൈനികർ ഇറാഖിലുണ്ട്. 2020 അൽ അസദ് എയർബേസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാഖ് ജോർദാൻ അതിർത്തിയിലാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പ്. അൽ തൻഫ് ഗാരിസൺ ക്യാമ്പാണ് പ്രധാന സൈനിക കേന്ദ്രം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോര് ഗൾഫ് മേഖലയെ തീരാ ദുരിതത്തിലേക്ക് തള്ളിടുമോ എന്ന ആശങ്ക വ്യാപകമാണ്. ഖത്തർ പ്രധാനമന്ത്രി അടുത്തിടെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വീണ്ടും നിറയുന്നത്. ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയും ഇറാൻ ആക്രമിച്ചതോടെ ഈ ആശങ്ക ഇരട്ടിയായി. യുദ്ധരംഗത്ത് നിന്ന് എല്ലാവരും പിന്തിരിയണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ടതും ഇസ്രായേലാണ്. ഇസ്രായേലിലേത് ഇറാന്റെ പരമാധികാരത്തിനെതിരായ ആക്രമണമാണെന്ന് GCC രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും GCC രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഗൾഫിന്റെ വ്യാപാര രംഗം മാത്രമല്ല യുദ്ധ കാരണം തകർന്നടിയുക. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആദ്യ ദിനം തന്നെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യവും ആക്രമിച്ചു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അണുവികിരണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുവൈറ്റും ഖത്തറുമെല്ലാം അന്തരീക്ഷ പരിസ്ഥിതി പരിശോധന തുടർച്ചയായി നടത്തുന്നുണ്ട്. ഇറാന്റെ ബുഷർ ആണവ നിലയത്തിനെതിരെ ആക്രമണം നടന്നാൽ ഗൾഫ് മേഖല മൊത്തം കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽത്താനി പറയുന്നു. അടുത്തിടെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പുതിയ സാഹചര്യത്തിൽ ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുകയാണ്. കുടിവെള്ള ശേഖരമില്ലാത്ത മേഖലയാണ് ഗൾഫ്. പേർഷ്യൻ കടലിൽ നിന്ന് ശുദ്ധീകരിച്ചാണ് കുടിവെള്ളം കണ്ടെത്തുന്നത്. ഇറാന്റെ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അങ്ങനെ സംഭവിച്ചാൽ 3 ദിവസത്തിനകം സംഭരിച്ച കുടിവെള്ളം തീരുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറയുന്നു. വെള്ളത്തിൽ ആണവ വികിരണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ വരും. മത്സ്യം കിട്ടില്ല, ജീവിതം തകിടം മറിയും. കടൽ ജലം ശുദ്ധീകരിച്ചാണ് ജനങ്ങൾക്കുള്ള കുടിവെള്ളം കണ്ടെത്തുന്നത്. നമുക്ക് നദികളോ ജലസംഭരണികളോ ഇല്ല. 3 ദിവസം കൊണ്ട് തന്നെ കുടിവെള്ളം തീരും. ഇത് ഖത്തറിന്റെ മാത്രം അവസ്ഥയല്ല, കുവൈറ്റിലും UAEയിലും എല്ലാം ഇത് തന്നെയാകും അവസ്ഥ എന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് പാതയടയ്ക്കാൻ ഇറാൻ ആലോചിക്കുന്നു എന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഇത് പ്രധാനമായും ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളെയാണ്.
പശ്ചിമേഷ്യയിൽ നിന്ന് ഏഷ്യയിലേക്കും മറ്റുമുള്ള ചരക്കുകൾ വരുന്നതും ഹോർമസിലൂടെയാണ്. ചരക്ക് കടത്ത് സാധ്യമായില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങും. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ഇറാനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലാണെന്നും റിപ്പോർട്ടുണ്ട്. ഖമനേയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുകയാണെന്നാണ് അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടെ ചിലർ തന്നെ വെളിപ്പെടുത്തിയെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖമനേയ്ക്കെതിരെ നടക്കുന്ന നിരവധി ഗൂഢാലോചനകളിൽ ഒന്നാണ് ഇതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഖമനേയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ അമേരിക്കൻ മാധ്യമത്തോട് പറഞ്ഞത്. ഖമേനി പദവിയിൽ തുടർന്നാലും അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരമുണ്ടാകില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 86-കാരനായ പരമോന്നത നേതാവിന്റെ പ്രായാധിക്യവും മോശമായ ആരോഗ്യസ്ഥിതിയും കാരണം അമേരിക്കയുടെ ഇടപെടലിന് മുമ്പ് തന്നെ ഇറാനിലെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടരാക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലും US-നുമെതിരെ സൈനിക നടപടി തുടരാൻ രാജ്യത്തിന് സൈനിക ശക്തിയുള്ളതായി ഇറാനിലെ ഉന്നതർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതേസമയം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ ആക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. അമേരിക്ക ഈ ആക്രമണത്തിലൂടെ മാനവരാശിയുടെ സുരക്ഷയിൽ ചൂതാട്ടം നടത്തുകയാണെന്നും പുടിൻ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് മേഖലയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനായി നേരത്തെ റഷ്യ മുൻകൈയെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി റഷ്യയിലെത്തി പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഖമനേയി ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ഖമനേയുടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ നിർത്തിവെച്ച് ഇപ്പോൾ ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്ന് 3 ഇറാനിയൻ ഉദ്യോഗസ്ഥരും ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. എന്നാൽ ഇതിനിടയിലും താൻ കൊല്ലപ്പെട്ടാൽ പിൻഗാമികളായി 3 പേരെ ഖമനേയി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഖമനേയുടെ 56 വയസ്സുള്ള മകൻ മൊജ്തബയും ഇവരിൽ ഉൾപ്പെടുന്നു. ഖമേനി കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയിരിക്കുകയാണെന്നും റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രത്യേക വിഭാഗം അദ്ദേഹത്തിന് കാവൽ നിൽക്കുകയാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഖമനേയുടെ 56 വയസ്സുള്ള മകൻ മൊജ്തബയും ഇവരിൽ ഉൾപ്പെടുന്നു. എന്നാൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഖമേനി തന്നെയായിരിക്കും എന്നാണ് സൂചന. ഏതായാലും ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റം തന്നെയാണ്. പക്ഷേ അത് ഖമേനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് അസാധ്യമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇറാൻ ഇപ്പോഴും തങ്ങൾ യുദ്ധം നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കിക്കാണാം.